കരുണാനിധിയുടെ കാലശേഷം മകൻ സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. സ്റ്റാലിൻ്റെ പിൻഗാമി ആര്? ഒടുവിൽ ആ തീരുമാനം എടുത്തിരിക്കുന്നു. മകൻ ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ് സ്റ്റാലിൻ്റെ പിൻഗാമി. ഇത് സംബന്ധിച്ച് കുടുംബത്തിൽ ധാരണയായി എന്നാണ് സൂചന. ഈ ആഴ്ച തന്നെ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നേരത്തെ ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന സൂചന സ്റ്റാലിൻ നൽകിയിരുന്നു. പിന്നാലെയാണിപ്പോൾ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ചോദിച്ചിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കുമെന്നായിരുന്നു ഈ ചോദ്യത്തിന് സ്റ്റാലിൻ്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് സ്റ്റാലിൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ചെന്നൈയിൽ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു സ്റ്റാലിൻ മാധ്യമങ്ങളെ കണ്ടത്. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് നേരത്തെയും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള സമയം ആയില്ലെന്നായിരുന്നു മുമ്പ് പലപ്പോഴും സ്റ്റാലിൻ പറഞ്ഞിരുന്നത്. ചലച്ചിത്ര താരം കൂടിയാണ് ഉദയനിധി. നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ്. DMKയുടെ യുവജന വിഭാഗം നേതാവായ ഉദയനിധി ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്. 2022 ഡിസംബറിലാണ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. നേരത്തെ കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിരുന്നു. ഭരണത്തിൽ പിതാവ് സ്റ്റാലിനെ സഹായിക്കാനാണ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്കും ഉദയനിധിയെ പാർട്ടിയുടെ മുഖമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നടൻ വിജയ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്നു. രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേറെ ഫാൻ ബേസുള്ള താരമാണ് വിജയ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമല്ല. മാത്രമല്ല, നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളോട് യുവാക്കൾക്ക് അതൃപ്തിയുണ്ട്. അത് വിജയ്ക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലുമുണ്ട്. അണ്ണാമലയ്ക്കും തമിഴ്നാട്ടിൽ BJP രക്ഷിക്കാനായില്ല. AIADMK പിളർന്ന് തളർന്നിരിക്കുന്നു. കൃത്യമായൊരു നേതൃത്വം പോലും ആ രാഷ്ട്രീയ പാർട്ടിക്കില്ല. തമിഴ്നാട്ടിൽ DMK തന്നെയാണ് ശക്തർ. ഭരണവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ വിജയ തരംഗം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഒരു യുവമുഖം തന്നെ വേണം എന്നാണ് DMK കണക്ക് കൂട്ടുന്നത്. അതാണ് തിരക്കിട്ട് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്തിക്കാൻ ശ്രമിക്കുന്നത്. സ്റ്റാലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നിരവധി അഭ്യൂഹങ്ങളുണ്ട്. മോശം ആരോഗ്യാവസ്ഥയിലൂടെയാണ് സ്റ്റാലിൻ കടന്നു പോകുന്നതെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇത് നിഷേധിച്ച സ്റ്റാലിൻ തന്നെ എത്തിയിരുന്നു. അമേരിക്കയിൽ സ്റ്റാലിൻ സൈക്കിൾ ചവിട്ടുന്ന വീഡിയോ ഏറെ വൈറലായിരുന്നു. ഇക്കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് DMKയുടെ പുതിയ തീരുമാനമെന്നാണ് വിവരം.